ധനത്തിന് ഇപ്പോൾ നമുക്കൊരു പൈസയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ചൊല്ലുക ക്ലീം ശിവായനം മഹാദേവനെ പ്രാർത്ഥിച്ചില്ല. അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രമുണ്ട്. അതുപോലെ തന്നെ 222, അതുപോലെ 369 ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭാവി വരുന്നുണ്ട്, ഭാഗ്യം വരുന്നുണ്ട്, അർത്ഥമാണ് അതൊക്കെ, ഭാഗ്യം വരുന്നുണ്ട്, സത്യമാണ് കേട്ടോ അതൊക്കെ. പിന്നെ അതുപോലെ കിളികൾ നമ്മൾ വിളക്കെത്തിച്ചപ്പോൾ കൊച്ചു കൊച്ചു കിളികൾ ചവയ്ക്കാം. പിന്നെ ഈ ചക്കോരം, അതായത് ചെമ്പോത്ത് ചക്കോരം, നമ്മളിവിടെ കുപ്പൻ എന്നാണ് പറയുക. ആ ഉപ്പനൊക്കെ വന്നിരിക്കുക, ഉപ്പൻ വന്ന് വെച്ചെടുക്കുക. ഇതൊക്കെ വളരെ നമുക്ക് സമ്പത്ത് വരാനുള്ള ലക്ഷണങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ നമ്പറുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കിളികൾ ചലിക്കുക, ബട്ടർഫ്ലൈസ്, മഞ്ഞ ബട്ടർഫ്ലൈസിനെ മഞ്ഞ, അതായത് യെല്ലോ, അതുപോലെ വൈറ്റ്, അങ്ങനെയുള്ള ബട്ടർഫ്ലൈസിനെ കാണുക. എപ്പോഴും നമ്മൾ പറക്കണമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുക. നമസ്കാരം. എല്ലാവരും ചോദിക്കുന്നത് മന്ത്രങ്ങൾ ജപിക്കാമോ, മന്ത്രങ്ങൾ ജപിച്ചാൽ ഗുണമെന്താണ്, മന്ത്രം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പേപ്പർ കെട്ടിക്കഴിയുമ്പോൾ ഓം സം സരസ്വതീ നമ, ഓം ഐം സരസ്വതീ നമ ഇതൊക്കെ ചൊല്ലാം. അത് ഒരു കുറച്ച് നേരം എണ്ണാനും നിൽക്കണ്ട, പരീക്ഷാ ഹോളിലൊക്കെ എണ്ണാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓം ഐം സരസ്വതിയേ നമ എന്ന് ചൊല്ലണം. ഓം ഗം ഗണപതായേ നമ ഇത് രണ്ടും ചൊല്ലണം. കാരണം ഗണപതി തടസ്സങ്ങൾ മാറ്റുന്ന ആളാണ്, സരസ്വതി വിദ്യയുടെ ആളാണ്. ഓം ഗം ഗണപതായേ നമ അതൊരു 3 പ്രാവശ്യം ചൊല്ലാം. ഓം ഐം സരസ്വതിയേ നമ അതൊരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് പരീക്ഷ എഴുതുക. എഴുതിയ ശേഷവും പേപ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലുക ഓം ഗം ഗണപതായേ നമ, ഓം ഐം സരസ്വതിയേ നമ ഇത് ചൊല്ലിയിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചു പോയത് നല്ലതാണ്. ഓം ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ജപിക്കാൻ നിൽക്കണ്ട, അതിനൊക്കെ നമുക്ക് ചിട്ടവട്ടങ്ങളുണ്ട്. രാമ 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 ഈ രാമരാമ മന്ത്രം എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ വളരെ പവർഫുള്ളാണ് രാമരാമ മന്ത്രത്തിന്. അത് ചൊല്ലാം. പിന്നെ ഹനുമതേ ഓം ഹം ഹനുമതേ നമാന്നും നമുക്ക് ചൊല്ലാവുന്നതാണ്. വണ്ടിയിലൊക്കെ ശുദ്ധമായിട്ട് പോവുകയാണെങ്കിൽ ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാലും വളരെ നല്ലതാണ്. കാരണം ആപത്തുകളൊന്നും വരാതെ സാധിക്കും. വായുപുത്രനാണ്, വായുപുത്രൻ ആപത്തുകളൊന്നുമില്ലാതെ മഹാദേവൻ്റെ ബീജം കൂടിയാണ്. അപ്പോൾ ആപത്തുകൾ ഉണ്ടാവില്ല. പിന്നെ ജോലിക്കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ പറയുകയാണെങ്കിൽ വജത് ഭുവേ നമ സുബ്രഹ്മണ്യ സ്വാമിയുടെ മന്ത്രമാണ്. ഓം വജത് ഭുവേ നമ അത് നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമുക്ക് പ്രൊമോഷൻ്റെ കാര്യങ്ങളും അതുപോലെ അതിൻ്റെ കാര്യം സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിൽ ചൊല്ലാം ഓം വജത് ഭുവേ നമ. കാരണം പ്രമോഷനും കാര്യങ്ങളൊക്കെ തരുന്നതാണ് മുരുകൻ ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി. അതുപോലെ വീട് ഉണ്ടാവാത്തവർക്ക് വീട് പണിയാനും അതിനൊക്കെ സമയത്തൊക്കെ ഓം വജത് ഭുവേ നമ അത് നമ്മൾ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ശരീരത്തിന് അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരികയാണെങ്കിൽ, മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഓം നമ ശിവായ ജപിക്കുക. ഓം നമ ശിവായ പാർവതി ദേവികൾ ചിന്തിച്ചോടെ നമ ശിവായ ചെല്ലാനായിട്ട്. ദാമ്പത്യ ഐക്യത്തിനും ദാമ്പത്യ സുഖങ്ങൾ വരാനായിട്ടും ഹ്രീം നമ ശിവായ, ഹ്രീം നമ ശിവായ. ധനസമ്പത്ത് ഉണ്ടാവാനായിട്ട് ക്ലീം നമ ശിവായ, ക്ലീം ശിവായ നമ ചൊല്ലാതെ ക്ലീം ശിവായ നമ ചൊല്ലുക വളരെ നല്ലതാണ്. ധനത്തിന് ഇപ്പോൾ നമുക്കൊരു പൈസയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ചൊല്ലുക ക്ലീം ശിവായനം മഹാദേവനെ പ്രാർത്ഥിച്ചില്ല. അസുഖങ്ങളൊക്കെ വരികയാണെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രമുണ്ട്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമെന്തിനാൽ മൃത്യോർമുക്ഷ്യമാമൃതാൽ ഗുരുപദേശത്തോട് ചെല്ലണം. ഇത് സ്ഥിരമായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വെള്ളരിക്ക പാകമായിട്ട് വീഴുന്ന മാതിരി നമ്മൾ നമ്മുടെ എല്ലാ കാമനകളും മാറി ആഗ്രഹങ്ങൾ സാധിച്ച ശേഷം നമുക്ക് മരണം വരുമ്പോൾ സുഖസുന്ദരമായിട്ട് നമുക്ക് മരിക്കാൻ സാധിക്കും. രോഗാവസ്ഥയില്ലാതെ കിടപ്പിലാവാതെ നടക്കും. ആ മൃത്യുഞ്ജയ മന്ത്രം പവർഫുള്ളാണ്. ഗുരുപദേശം വേണം ചെല്ലണമെങ്കിൽ. നമശിവായ എപ്പോഴും ചൊല്ലാം. ക്ലീം നമശിവായ, ഹ്രീം നമശിവായ അതൊക്കെ നമുക്ക് എപ്പോഴും ചൊല്ലാം. അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഉറക്കം വരാതിരിക്കുമ്പോൾ നമുക്ക് ശിവായ നമ ചൊല്ലാം. നമ്മുടെ കൈകൾ തെറ്റിയിട്ട് വെച്ചിട്ട് ശിവായ നമ, ശിവായ നമ. ഈ ശിവായ നമ ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ചക്രങ്ങളെയും നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ശിവായ നമ, ശിവായ നമ. പിന്നെ അതുപോലെ വീടൊക്കെ വയ്ക്കാനായിട്ട് പൈസയുണ്ട്, വീട് വയ്ക്കാൻ പറ്റില്ല, യോഗയിലായിരിക്കും. പക്ഷെ ആ യോഗത്തെ മറികടക്കാൻ, ആ യോഗമില്ലാതെ മാറ്റാനായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തമിഴ്നാട്ടിലൊരു ആചാരമാണ് വെറ്റില ദീപം കത്തിക്കാൻ തുടങ്ങി. വെറ്റില ദീപം അത് ഭയങ്കര അനുഭവമാണ്. ഇപ്പോൾ വിവാഹം നടക്കാനും അതുപോലെ തന്നെ വീട് വയ്ക്കാനും സന്താനം എല്ലാത്തിനും മുരുകൻ്റെ വെറ്റില ദീപം മുരുകന് ഭയങ്കര ഇഷ്ടമാണ്. 6 അതായത് കാർത്തികേയനാണല്ലോ, 6 കാർത്തികന്മാർ വളർത്തിയിരുത്താണല്ലോ. അതുകൊണ്ട് 6 മുഖനാണ്. അപ്പം അദ്ദേഹത്തിന് തൃപ്തി വരാനായിട്ട് 6 വെറ്റില വച്ചിട്ട് തുമ്പിൽ മഞ്ഞളും കുങ്കുമം തൊടിയിച്ച് നടുക്ക് ചെരാത് വെച്ച് കത്തിച്ച് ഓം ശരവണ ഭവായ നമ അല്ലെങ്കിൽ ഷഷ്ടി കവചം ജപിച്ചാൽ നമുക്ക് വീടുണ്ടാവും. വീടിന് ശ്രമിക്കണോട്ടോ, വെറുതെ ജപിച്ചുകൊണ്ടിരുന്നാൽ പോരാ,
നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക, കിട്ടും. ഈ നിമിത്തങ്ങളും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്ന് കൂടുതലായിട്ടും വരുന്ന കോഡ് പണ്ടുണ്ടായിരുന്നു അതൊക്കെ, പക്ഷെ ഇപ്പോൾ കൂടുതലായിട്ടും ഈ ടെക്സ്ട്രാ കോഡിനെ പറ്റിയും ഓരോ നമ്പേഴ്സിനെ പറ്റി കാണുന്നുണ്ട്. നമ്മൾ തുടർച്ചയായിട്ട് 111, അതുപോലെ തന്നെ 222, അതുപോലെ 369 ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭാവി വരുന്നുണ്ട്, ഭാഗ്യം വരുന്നുണ്ട്, അർത്ഥമാണ് അതൊക്കെ, ഭാഗ്യം വരുന്നുണ്ട്, സത്യമാണ് കേട്ടോ അതൊക്കെ. പിന്നെ അതുപോലെ കിളികൾ നമ്മൾ വിളക്കെത്തിച്ചപ്പോൾ കൊച്ചു കൊച്ചു കിളികൾ ചവയ്ക്കാം. പിന്നെ ഈ ചക്കോരം, അതായത് ചെമ്പോത്ത് ചക്കോരം, നമ്മുടെ ഇവിടെ കുപ്പൻ എന്നാണ് പറയുക. ആ ഉപ്പനൊക്കെ വന്നിരിക്കുക, ഉപ്പൻ വന്ന് വെച്ചെടുക്കുക, ഇതൊക്കെ വളരെ നമുക്ക് സമ്പത്ത് വരാനുള്ള ലക്ഷണങ്ങളാണ് അതൊക്കെ. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് സമ്പത്ത് ഉണ്ടെന്ന് വരുന്ന എന്തെങ്കിലും മാർഗ്ഗങ്ങൾ നമുക്ക് തുടർന്ന് കിട്ടുന്നതാണ് അതിൻ്റെ അർത്ഥം കാണുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ സ്ത്രീകൾ എണ്ണ തേച്ച് കുളിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഇരിക്കണം. എപ്പോഴും കീറിയ വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. എന്നും കോടി ഉരുക്കണം എന്നല്ല പറയുന്നത്, ഒന്നാം തീയതികളിൽ കോടി വസ്ത്രം കൊടുത്താൽ നല്ലതാണ്. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇപ്പോൾ ടെക്സ്ട്രാ കോഡിനെ പറ്റി നമുക്ക് പറയാം. അപ്പം 369 എന്നാണ് ടെക്സ്ട്രാ കോഡ്. 3 എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ഇതാണ് 3. 6 എന്ന് പറയുമ്പോൾ ശുക്രൻ. 9 എന്ന് പറയുമ്പോൾ ചൊവ്വ. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് ധനമായി, സമ്പത്തുമായി, ഭൗതികമായിട്ടും ആത്മീയമായിട്ടും നമുക്ക് ഉയർച്ച ഉണ്ടാവും. 9 ആത്മീയതയുണ്ട്. അപ്പോൾ ഈ ജാതകത്തിൽ 9-ാം ഭാവത്തിൽ ശനി വരിക, അതൊക്കെ പറയുന്നത് നല്ലതാണ്. 9-ാം ഭാവം ഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ ഈ 369 ഇപ്പം ചില പ്രശസ്തരായ സിനിമാ നടന്മാരൊക്കെ 369 വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടികൾക്ക് എപ്പോഴും 9 ലാസ്റ്റ് വരുന്നത് നല്ലതാണ്. ടോട്ടൽ ചെയ്യുമ്പോൾ 9. ഇപ്പോൾ 36 എന്ന് പറയുമ്പോൾ കൂട്ടി കഴിയുമ്പോൾ എത്ര വരിക? 3, 6, 9, 18. 18 എന്ന് പറയുമ്പോൾ 8 + 1 9. അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ 1212 നമ്മൾ റേക്കിയുള്ള സമ്പ്രദായം അതൊക്കെ 1212 പച്ച പൊഴിച്ചും കൊണ്ട് മോതിര വിരലിൽ എഴുതും. ഇപ്പോൾ ഞങ്ങളെല്ലാവരും എഴുതും. ഇപ്പോൾ ഞങ്ങളുടെ കൊച്ചുകുട്ടി പോലും 1212 എന്ന് എഴുതിയിട്ട് സ്കൂളിൽ പോണത് വളരെ നല്ലതാണത്. ഇപ്പം നമ്മളൊരു ആഗ്രഹം എന്ത് വിചാരിച്ച് നമ്മൾ എഴുതി കഴിഞ്ഞാലും അത് നടന്നിരിക്കും. ഇപ്പോൾ അന്നസരി ചിലവ് കുറയ്ക്കണമെന്ന് എഴുതിയാലും അത് നടക്കും. എല്ലാത്തിനും 1212 നല്ലതാണ്. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് 1212 എഴുതി കിടക്കുക, നമ്മളത് പ്രാർത്ഥിച്ച് കിടക്കുക. എന്താണോ നമ്മുടെ ആഗ്രഹം അത് നടന്നിരിക്കും. അത് പച്ചപ്പശി കൊണ്ട് എഴുതുന്നത് നിർബന്ധമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈകളുടെ ഓരോ ഇതിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് ഈ മോതിരവിരലാണ് സാധാരണയായിട്ട് 1212 എഴുതുന്നത്. അങ്ങനെ 1212 എഴുതി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നടക്കും. പിന്നെ നമ്മളൊരിക്കലും മറ്റുള്ളവർക്ക് നന്മ വരുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി എങ്ങനെ വന്നു എന്ന് ചിന്തിക്കേണ്ട. നന്നായി സന്തോഷം, ഒരു കാർ വാങ്ങിച്ചോട്ടെ, ബെൻസ് വാങ്ങിച്ചോട്ടെ, സന്തോഷം, എനിക്കും സന്തോഷം, അങ്ങനെ എനിക്കും വേണമെന്ന് വിചാരിക്കരുത്. അപ്പോൾ നമുക്ക് അത് ബാധ്യത വരും. അപ്പം നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് നമുക്കപ്പോൾ നമ്മളവർക്ക് നന്മ പറയുമ്പോൾ ദൈവം നമ്മളോട് പറയും, യൂണിവേഴ്സ് പറയും, നിനക്ക് നല്ല തഥാസ്തു, നിനക്കത് സംഭവിക്കട്ടെ എന്ന് പറയും. ഇപ്പോൾ അടുത്ത വീട്ടിലൊരു കുട്ടിക്ക് എന്തെങ്കിലും റാങ്ക് കിട്ടിയതായിരിക്കാം. അപ്പോൾ ഈ അമ്മമാർക്കൊരു പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് ഇപ്പോൾ റാങ്കില്ലല്ലോ, എല്ലാത്തിനും A+, എല്ലാത്തിനും മാർക്ക് കിട്ടി. എന്നാൽ പിന്നെ നീ എന്താടാ അവർ വഴക്ക് പറയരുത്. കാരണം എന്താ, ആ കുട്ടിക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് നല്ലത് വരും. കാരണം തഥാസ്തു എന്ന് യൂണിവേഴ്സ് പറയും. അപ്പോൾ ഇപ്പോൾ ഈ നമ്പറുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ കിളികൾ ചലിക്കുക, ബട്ടർഫ്ലൈസ്, മഞ്ഞ ബട്ടർഫ്ലൈസിനെ മഞ്ഞ, അതായത് യെല്ലോ, അതുപോലെ വൈറ്റ്, അങ്ങനെയുള്ള ബട്ടർഫ്ലൈസിനെ കാണുക. എപ്പോഴും നമ്മൾ പറക്കണമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുക. അതൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഒറ്റ മൈനെ കണ്ടു കഴിഞ്ഞാൽ അടികൊള്ളെന്ന് പറയും. ടീച്ചേഴ്സ് വഴക്ക് പറയും, ഒറ്റ കാണില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, ഒറ്റമൈനെ കണ്ട ഒരു കൂട്ടുകാരിയോട് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 പേര് കണ്ടല്ലോ, പ്രശ്നമില്ലല്ലോ. അങ്ങനെ പിന്നെ ആലിൻ്റെ ഇലയൊക്കെ വയ്ക്കുന്ന സംബന്ധിച്ച് ഇതൊക്കെ ഓരോ ചിന്തകളാണ്, മനുഷ്യൻ്റെ തോന്നലുകളാണ് ഇതൊക്കെ. ആലിൻ്റെ ഇല ബുക്കിൽ വെച്ചത് നല്ലതാണ്, ഇതൊക്കെ തോന്നലുകളാണ്, അതിനൊന്നും അർത്ഥമുണ്ടെന്ന് അറിയില്ല. പക്ഷേ മൈനെ കാണുന്ന കരിമ്പൂച്ച വട്ടം ചാടിക്കഴിഞ്ഞാൽ ദോഷമാണ്. അതൊക്കെ നിമിത്തത്തിൽപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ നമശിവായിലിട്ട് പോകണം, നമശിവായിലിട്ടും എന്നുവെച്ചിട്ടിൽ ഒരുപാട് ഡീപ്പായിട്ട് അന്ധവിശ്വാസത്തിലേക്ക് പോകരുത്. പൂച്ചയെ കണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുക, നമശിവായിലിട്ട് പോവുക. അല്ലാതെ നമുക്കത് പോകണമെന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ വണ്ടിയിലാണ് പോകണമെങ്കിൽ തിരിച്ച് വട്ടം കറങ്ങിയിട്ട് പോകാൻ പറ്റും. ഒന്ന് തിരിച്ച് അറിയാൻ മതി. പക്ഷേ അഷ്ടദിക്കിലേക്കൊന്ന് കറങ്ങിയിട്ട് പോയാൽ, പക്ഷേ വണ്ടി കൊണ്ട് വട്ടദിക്കിലേക്ക് കറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിമിത്തങ്ങൾ വരും കാണാം. പിന്നെ അതുപോലെ നിമിത്തങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് കേട്ടോ. ഓരോ നിമിത്തങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിതൊന്നും നിൽക്കില്ല, നമ്മൾ മണിക്കൂറുകൾ പറയാൻ നിൽക്കില്ല. അത്രയ്ക്ക് നിമിത്തങ്ങളും അനുഭവ സമ്പത്തും ഉണ്ട്, ധാരാളം അനുഭവമുണ്ട് നിമിത്തത്തെ പറ്റി പറയുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ കോഡുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ വണ്ടിക്ക് എടുക്കുമ്പോൾ എപ്പോഴും 9 ആയിരിക്കും നല്ലത്. ടോട്ടൽ ഇടുമ്പോൾ 9 നല്ലതാണ് എപ്പോഴും. അത് ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാവരും. അങ്ങനെ 888 അത് നല്ല നമ്പറാണ്. അങ്ങനെ ഓരോ നമ്പറുകൾ നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൊബൈലിലോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയുടെ നമ്പറായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യം വരുന്നതിൻ്റെ സിമ്പിളാണ് കാണുന്നത്, നമുക്ക് സമ്പത്ത് വരാൻ പോകുന്ന സിമ്പിളാണ് കാണുന്നത്. അതിനെ അവഗണിക്കരുത്.